നമുക്ക് അപൂർവമായൊരു കാഴ്ചയാണല്ലോ ഒരു ആസ്ട്രോണറ്റിനെ നേരിട്ട് കാണുക എന്നുള്ളത്. സുനിത വില്യംസ് സ്പേസിൽ പോകുന്ന സമയത്തൊക്കെ തന്നെ നമ്മൾ അവരെ ഓർക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു അവസരം കിട്ടും എന്ന് വിചാരിച്ചിരുന്നില്ല. അപ്പോൾ കോഴിക്കോട്ട് വന്നപ്പോൾ നമുക്ക് അവസരം കിട്ടി. DC ബുക്സിൻ്റെ രവി അവർ നമ്മളെ ക്ഷണിച്ചിരുന്നു, ഒന്ന് കാണണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നല്ല സമയം കിട്ടി. ഒരു 10 മിനിറ്റോളം ഞങ്ങൾ സംസാരിച്ചു. അവർ വലിയ സന്തുഷ്ടയാണ്. അവരുടെ സന്ദേശം എന്നുള്ളത് ഈ വായുവും വെള്ളവും എർത്തും ഇതൊക്കെ എല്ലാവർക്കും ഉള്ളതാണ്. പിന്നെ എന്തിനാണ് മനുഷ്യർ തമ്മിൽ കലഹിക്കുന്നത് എന്നാണ് അവർ ചോദിച്ചത്. വളരെ അർത്ഥവത്തായ ഒരു ചോദ്യമാണ്. എല്ലാ റിലീജിയസ് മൈൻഡോടെ തന്നെയാണ് അവർ സംസാരിച്ചത്. അപ്പോൾ മനുഷ്യൻ്റെ സ്നേഹവും മനുഷ്യൻ്റെ ഐക്യവും കൂട്ടായ്മയൊക്കെയാണ് ലോകത്തിന് ആവശ്യം എന്നവർ പറയുകയുണ്ടായി. തുടങ്ങുക എന്ന് വെച്ചാൽ അവർ ആദ്യം തന്നെ പറഞ്ഞാൽ കേരളത്തിൽ വന്നതിൽ സന്തോഷമുണ്ട്. കേരളീയരൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു എന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് അവർ ആ സ്പേസിൽ കുടുങ്ങിയ സമയമുണ്ടല്ലോ, ആ സമയത്ത് ഞങ്ങളെല്ലാവരും നല്ല പ്രാർത്ഥനയിലായിരുന്നു. അതിലെനിക്ക് വലിയ സന്തോഷമാണ്. അങ്ങനെയാണ് ഇത് തുടങ്ങുന്നത്. പിന്നെ അവരെ കാണുക എന്നൊക്കെയുള്ളത് നമ്മുടെ പൊതുവായ കാര്യങ്ങളിലൊക്കെ നമ്മൾ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണല്ലോ. അപ്പോൾ അത് ആ നിലയ്ക്ക് ഇപ്പോൾ DC ബുക്സ് അതിനുള്ള അവസരം ഒരുക്കി തന്നു. അതിൽ DC ബുക്സിനോട് ഞങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള നന്ദിയും കടപ്പാടൊക്കെ ഉണ്ട്. അവർ പറഞ്ഞത് കേരളം ഇപ്പോൾ ഞങ്ങൾ കടലിൽ ചൂണ്ടിക്കാണിച്ചിട്ട് എല്ലാം ഈ ഓഷ്യനെ പോലെയാണെന്നാണ് അവർ പറഞ്ഞത്. സ്പേസ് നോക്കുമ്പോൾ ഒരു ഓഷ്യൻ്റെ മാതിരി അങ്ങനെ. അതെ, ഞാൻ ചോദിച്ചു ഓഷ്യൻ്റെ കളർ കാണുമോ അതോ ഫോറസ്റ്റും മറ്റുമൊക്കെ ഉണ്ടല്ലോ, എല്ലാം വ്യത്യസ്ത. അപ്പോൾ അവർ പറഞ്ഞു ഒക്കെ ഒരു കളർമയമാണ്, ഒരു കളർഫുള്ളായിട്ടാണ് ഭൂമിയെ കാണുന്നത്. ആ കളർഫുള്ളായിട്ട് തന്നെ മനുഷ്യൻ്റെ ജീവിതവും ഇവിടെ ഉണ്ടാവണം എന്നാണ് അവർ പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.